സുഭാഷിതം ചാനലിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന അതിഥി വളരെ അതീവ സന്തോഷത്തോടു കൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഭൂമിശാസ്ത്ര വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്തിലെയും PGയിലെയും അധ്യാപകനായിരുന്നു, HOD ആയിരുന്നു. അതിലുപരിയായി കേരളത്തിലെ ജോഗ്രഫേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രമുഖമായ വ്യക്തിത്വമാണ് പ്രൊഫസർ ദാമോദരൻ നായർ സാറ് കേരള യൂണിവേഴ്സിറ്റിയുടെ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ HOD ആയിരുന്നു. ദീർഘകാലം സാർ HOD ആയിരുന്നു. ഇന്ന് +2 സ്കൂളുകളിലെ അധ്യാപകർ അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നിരിക്കുന്ന ഈ വീടിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ടാണ്, കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഈ വീടിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ട് സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് പഠിച്ച വിദ്യാർത്ഥികൾ കൊടുത്ത ഒരു അപേക്ഷ, ഗവൺമെൻറ്റിന് കൊടുത്ത, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തൊരു അപേക്ഷയുണ്ട്, +2 ജോഗ്രഫി കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇന്നത്തെ ജോഗ്രഫിക്കാർ, +2 അധ്യാപകരെല്ലാം അത് അറിഞ്ഞിരിക്കണം. ഇത് ഒരു ഫോർമൽ ഇൻ്റർവ്യൂ അല്ല, സാറുമായിട്ടുള്ള ചെറിയ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി സാറ് ദാമോദരൻ നായർ സാർ സംസാരിക്കുന്നതാണ്. സാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ സാറിൻ്റെ അനുഭവങ്ങളൊന്ന് പറയാമോ? അപ്പോൾ കോളേജിൽ ഞാൻ ഏത് വർഷം വന്നു? ഏത് വർഷം? 76. ഓക്കെ, ബാക്കി ഒന്ന് പറയൂ. സാറിൻ്റെ അനുഭവങ്ങൾ പറയൂ, സാറിൻ്റെ കാര്യങ്ങൾ പറയൂ. സാർ പറയൂ. അത് ശരി. നല്ല ഇതായിരുന്നു, സഹപ്രവർത്തകരൊക്കെ നല്ല യോജിപ്പിലായിരുന്നു. ഞങ്ങൾ കുട്ടികളും വളരെ അച്ചടക്കമുള്ളവരായിരുന്നു. പ്രധാന അന്നുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെയാണ് സാറന്മാർ? ബാലകൃഷ്ണൻ, ജാഫർ, നമ്മുടെ കോട്ടയത്തെ ജോസഫ് സാറ്, കറുകച്ചാൽ, കുറച്ച് ആളുണ്ടായിരുന്നു. വാൾട്ടർ റോസ് മരിച്ചുപോയി. സർവീസ് ഇരുന്ന് മരിച്ചുപോയി. പിന്നെ ജേക്കബ് മാത്യു അവസാനം വരെ ഉണ്ടായത്. പിന്നെ ചാർജ് ജേക്കബ് മാത്യുവിനോ കൊടുത്തിട്ട് വന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജയചന്ദ്രകുമാർ. പിന്നെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അനിൽകുമാർ, അനിൽകുമാർ, പിന്നെ കുറെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു സാറിന്റെ ഒരു അന്ന് ഈ ജോഗ്രഫി പുതിയ ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? പുതിയ കുട്ടികളോട് സാറന്മാരോട് എന്താ പറയാനുള്ളത്? അച്ചടക്കമായിട്ട് കഴിയുക, ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാതിരിക്കുക. നമ്മള് നല്ല രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരുപാട് വിദ്യാർത്ഥികളെ സാറ് പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്, ഒരുപാട് പേരെ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? എന്തെങ്കിലും അനുഭവം സാറിന് പറയാനുണ്ടോ? ഇല്ല, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറി, ആരും വയലേഷനൊന്നും ഇല്ലായിരുന്നു. ഒരു പയ്യൻ ഒരു പെണ്ണിനെ കയറി അടിച്ചു അന്ന് ഓർമ്മയുണ്ട്. അതെ, കേട്ടിട്ടുണ്ട്. അവളെ കൊണ്ട് അവനെ അടുപ്പിച്ചു. അതെ. ഇനിയിപ്പോ നമ്മളോടൊപ്പം ഇരിക്കുന്നത് മാഡം ദാമോദരൻ സാറിൻ്റെ സഹധർമ്മിണിയാണ്. മാഡം പ്രഭാടി നായർ. മാഡം ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു, അവിടെ HOD ഒക്കെ ആയിരുന്നു. മാഡത്തിനോടും സാറ് ഈ ജീവിത പങ്കാളി എന്നുള്ളതിൻ്റെ ഈ വക ഒരുപാട് കാര്യങ്ങൾ സാർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറയുന്നതിന് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മാഡവും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. സാർ, ആദ്യമായിട്ട് ജോഗ്രഫിക്ക് പഠിക്കാൻ പോയത് തൊട്ട് പറയണത്. എവിടെ? സാഗർ, മധുരൈ, അതൊക്കെ. ഞാൻ ഫിസിക്സിനാണ് പോയത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു സാർ അവിടെ ഉണ്ടായിരുന്നു, ജയകുമാർ, NJK നായർ, അറിയാമല്ലോ. അയാൾ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ജോഗ്രഫി പ്രൊഫസറും ഒരു റീഡറും ഒക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇതിൽ ചേർന്നത്. പിന്നെ ഫിസിക്സിൽ ചേർന്നിട്ട് വന്നാൽ ഉപയോഗം അത്ര വലുതായില്ല. ഇവിടെ ആകുമ്പോൾ ജോഗ്രഫിയിൽ ആരും ഇല്ലായിരുന്നു, നമ്മൾ തുടങ്ങിയതല്ലേ. അതുകൊണ്ട് മധുരയിലുണ്ടായിരുന്നു, PhD ചെയ്യാൻ പോയിരുന്നു. അവിടെ ഐരാവതി എന്നും പറഞ്ഞൊരു ലേഡി എൻ്റെ പ്രൊഫസറായിരുന്നു. അത് 2 കൊല്ലം ഉണ്ടായിരുന്നു അവിടെ മധുരയിൽ. ശരിക്കും പറഞ്ഞാൽ ആ മാഡം, പ്രൊഫസർ ഐരാവതി, വളരെ ഫേമസ് പ്രൊഫസർ ഓഫ് ജോഗ്രഫിയാണ്. അവരാണ് അതിൻ്റെ സീക്വൻസ് അറിഞ്ഞൂടാ. സാർ അവരുടെ അടുത്ത് പറഞ്ഞാൽ ആ മാഡം തന്നെ വിചാരിച്ചെന്തോ കേരളത്തിൽ ജോഗ്രഫി വേണം
എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ സാറൊരു രസമായിട്ടുള്ളൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ ഐരാവതി മാഡവും സാറന്ന് അവരുടെ PhD സ്റ്റുഡൻറ്റുമായിട്ട് അന്നത്തെ മിനിസ്റ്റർ മുഹമ്മദ് കോയ, മുഹമ്മദ് കോയയാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അപ്പോൾ മിനിസ്റ്ററിനെ കാണാനായിട്ട് വന്നു. അപ്പോൾ മിനിസ്റ്ററിന് ഇവർ ഇൻ്റർവ്യൂ മറ്റേ ഓഡിയൻസ് ചോദിച്ചപ്പോൾ ആദ്യം അങ്ങനെ ആരും കൊടുക്കണില്ലായിരുന്നു ഒരു അപ്പോയിൻമെൻറ്റ്. എന്തായാലും ഈ മാഡം, അവർ നല്ല വയസ്സായ ഒരു സ്ത്രീയാണ്, പക്ഷേ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മിസ് ഐരാവതി എന്നാണ് പേര്. അപ്പോൾ അവർ പറഞ്ഞു മിസ് ഐരാവതി വോണ്ട്സ് ടു മീറ്റ് ദ മിനിസ്റ്റർ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഈ മിനിസ്റ്റർ ഒരു മിസ് ഐരാവതിയാണെന്ന് പറഞ്ഞ് ചാടിക്കയറി ഇറങ്ങി വന്നു. അങ്ങനെയാണ് ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കം കേരളത്തിൽ. സാറാണ് ആദ്യത്തെ HOD. അപ്പോൾ സാറൊന്ന് PhD സ്റ്റുഡൻ്റ് ആയിരുന്നു. PSC അഡ്വർടൈസ് ചെയ്തപ്പോൾ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ കുറച്ച് മറ്റേ മിനിമം PhD റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു PhD ഫൈനലി എടുത്തില്ല. ഈ ജോഗ്രഫി ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആദ്യം ചിറ്റൂരാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഒരു വർഷത്തിനകത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയതും ഇവിടെ വന്നു. തുടക്കം ആക്ച്വലി അതും പറഞ്ഞിട്ടുണ്ട്. ജോഗ്രഫി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, ഹിസ്റ്ററിയുടെ ഒരു റൂം ആണ് ആദ്യം കിട്ടിയത്. ആദ്യം ഹിസ്റ്ററിയുടെ പ്രൊഫസർ ആൻഡ് HOD എൻ്റെ ആൻറ്റിയായിരുന്നു, എൻ്റെ വല്യമ്മയായിരുന്നു, പാറുക്കുട്ടിയമ്മ ടീച്ചറിൻ്റെ നിന്നാണ് ആ താക്കോല് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ സാറ് പറയട്ടെ, സാറാണല്ലോ പറയണ്ടേ. സാറ് ബാക്കി പറയോ? ജോഗ്രഫി തുടങ്ങിയ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ 1976 ജോഗ്രഫി തുടങ്ങിയ പിന്നെ ഉള്ള കഥ പറയും. 1976-ലാണല്ലോ നമ്മൾ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം അത് BA ജോഗ്രഫി ആയിട്ടാണ് തുടങ്ങിയത്. നല്ല സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. മുഹമ്മദ് ജാഫർ, ഖൈർ നീസ ഭാര്യയും ഭർത്താവും, അവർ മൈസൂറിൽ നിന്ന് വന്നവർ. പിന്നെ ജേക്കബ് മാത്യു, ജയചന്ദ്രകുമാർ, ബാലകൃഷ്ണൻ, അവരൊക്കെ സ്റ്റുഡൻസ് അല്ലായിരുന്നല്ലോ. ചിറ്റൂരിലെ ടീച്ചേഴ്സ് ആയിരുന്നു. ഈ രണ്ടാമത് സാറ് ചിറ്റൂർ പോയപ്പോഴാണ് ആദ്യം 76-ല് യൂണിവേഴ്സിറ്റി കോളേജിൽ BA ജോഗ്രഫി ആയിട്ട് തുടങ്ങി. പിന്നെ സാറിന്റെ ശ്രമത്തിലാണ് BSc ജോഗ്രഫി ആയത്. ചിറ്റൂരാണോ ആദ്യം ജോയിൻ ചെയ്തത്? തിരുവനന്തപുരത്താണോ? ചിറ്റൂർ 1 ഇയർ ഉണ്ടായിരുന്നു. ലക്ഷ്മി ടീച്ചറായിരുന്നു. 10ാം മാസത്തിൽ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ 3ാം മാസത്തിൽ ഇവിടെ തുടങ്ങി. ചിറ്റൂർ എനിക്ക് BA ആണ്, യൂണിവേഴ്സിറ്റി കോളേജ് BSc ആണ്. സൂര്യനാരായണ സാറായിരുന്നു പ്രിൻസിപ്പൽ അന്ന്. വൈസ് ചാൻസലർ ആരായിരുന്നു ഓർമ്മയുണ്ടോ? വൈസ് ചാൻസലർ ആര്? യൂണിവേഴ്സിറ്റി VC ആരായിരുന്നു ആര്? അന്ന് സാർ ജോഗ്രഫി തുടങ്ങുമ്പോ യൂണിവേഴ്സിറ്റി VC ആരായിരുന്നു? യൂണിവേഴ്സിറ്റി VC വൈസ് ചാൻസലർ ആരായിരുന്നു ഓർമ്മയുണ്ടോ? ചാൻസലർ സുകുമാരൻ നായർ സാറാണ് വൈസ് ചാൻസലർ. VK സുകുമാരൻ. അതൊരു ഗ്രേറ്റ് VK സുകുമാരൻ നായർ. പുതിയ കുട്ടികളോട്, പുതിയ തലമുറയോട് എന്ത് പറയാനുണ്ട്? അല്ല, പിന്നെ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ BSc ആക്കി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കോൺട്രിബ്യൂഷൻ B.Ed ജോഗ്രഫി ഒരു സബ്ജക്റ്റ്, സ്പെഷ്യൽ സബ്ജക്റ്റ് അങ്ങനെ ആയിട്ടുള്ള ആ പേപ്പർ പുട്ടപ്പ് ചെയ്ത സാറാണ്. അങ്ങനെയാണ് ജോഗ്രഫിയിലെ എല്ലാ കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിലൊക്കെ ഇതൊക്കെ വരാൻ സാധ്യത. ആദ്യമേ പിന്നെ യങ് ഏജിൽ തന്നെ പ്രിൻസിപ്പൾ ആവാൻ പറ്റിയതും എൻറ്റയർ സ്റ്റേറ്റിൽ ആ ഒരു ഗെയിൻ കിട്ടി. ജോലി കിട്ടിയല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ അവിടെയൊക്കെ ജോഗ്രഫി തുടങ്ങിക്കാനുള്ള പേപ്പേഴ്സിലുണ്ടായിരുന്നു. അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആണ് തോന്നുന്നു VC ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ സാർ അത് പോയില്ല. പിന്നെ ഇൻ ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അവിടെ ഏർലി സ്റ്റേജസിൽ തന്നെ ലെക്ചറർ ആയപ്പോൾ തന്നെ 2 ഇയേഴ്സിനകത്ത് സെക്കൻഡ് ഗ്രേഡ് കാഡർ പ്രൊഫസറായിട്ട് പോസ്റ്റ് കിട്ടി. 5th ഇയർ ഫസ്റ്റ് ഗ്രേഡ് പ്രൊഫസർ കാഡർ പ്രൊഫസർ പൊസിഷൻ കിട്ടി. അപ്പോൾ അന്നത്തെ
റൂൾസ് അനുസരിച്ച് ഫസ്റ്റ് ഗ്രേഡ് പ്രൊഫസേഴ്സിൻ്റെ മായ സീനിയോറിറ്റി അറിയായിരുന്നോ? അറിയാം. ഒരു 10-15 ഇയേഴ്സിനകത്ത് തന്നെ സാറ് പ്രിൻസിപ്പളും ആവുമായിരുന്നു. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരെ പോകേണ്ട ആളിരുന്നു. പക്ഷേ പല പൊളിറ്റിക്സ് അതിൽ വന്നു. പിന്നെ ആദ്യം 25 ഇയേഴ്സ് മിനിമം സർവീസ് ഉണ്ടെങ്കിലേ പ്രിൻസിപ്പൾ ആവാനൊക്കെ ഉള്ളൂ. സാറിന് 10 or 15 ഇയേഴ്സേ ഉള്ളൂ സീനിയർ മോസ്റ്റ് ഇൻ കേരള സ്റ്റേറ്റ് ആയിട്ടും. പിന്നെ അപ്പോൾ ഒന്നും മിണ്ടിയില്ല, ജസ്റ്റ് അഗ്രി ചെയ്തു അതിന്. രണ്ടാമത് ഈ 25 ഇയേഴ്സ് ആയപ്പോൾ ടോട്ടൽ സർവീസ്, അതായത് പ്രൊഫസറും ആവണ്ട, സെക്കൻഡ് ഗ്രേഡും ആവണ്ട, ഫസ്റ്റ് ഗ്രേഡും ആവണ്ട, ഒന്നും ആവണ്ട, ടോട്ടൽ സർവീസ് 25 അല്ല, ടോട്ടൽ സർവീസ് സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെക്ചറായിട്ട് ഹിന്ദിയിലോ മലയാളത്തിലോ ചേർന്ന ആൾ 32 ഇയേഴ്സ് സർവീസ് ആയാലും പ്രൊഫസർ പോലും ആവില്ല. പക്ഷെ അവരായാൽ മതി പ്രിൻസിപ്പൾ. അതിനഗൻസ്റ്റ് സാറ് കേസ് കൊടുത്തു, പ്രിൻസിപ്പളായിട്ട് കിട്ടി, മാനന്തവാടിയിൽ പോസ്റ്റഡായി. പ്രിൻസിപ്പളായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും സീനിയർ ഗ്രേഡ് പ്രിൻസിപ്പളിന് ഇതേ കഥകൾ അവർ തുടങ്ങി. അപ്പോൾ സാറ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിട്ട് തിരിച്ചു വന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർമെൻറ്റ് എടുത്തു. മന്ത്രി തന്നെയാണോ സപ്പോർട്ട് ചെയ്തത്? CH മുഹമ്മദ് കോയ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ശരി. പക്ഷെ BEdന്റെ ആര് സപ്പോർട്ട് ചെയ്തെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഈ ജോർജ് സാറൊക്കെ അതിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. പക്ഷേ ജോഗ്രഫി തുടങ്ങാൻ മുഹമ്മദ് കോയ സാർ തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. BEd ഇവരും പേപ്പർ മൂവ് ചെയ്ത്, ഇപ്പോൾ ജയപാൽ പറഞ്ഞു ഈ വീട്ട് അഡ്രസ്സ് വെച്ചാണ് പേപ്പർ മൂവ് ചെയ്ത്, കൃഷ്ണ പേപ്പർ. പക്ഷെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ വേറെ എന്താ, ജേക്കബ് മാത്യു ആക്ച്വലി DC ഓഫീസിൽ നിന്ന് സാറ് പൊക്കിക്കൊണ്ടുവന്നതാണ്, അവിടുത്തെ ക്ലർക്കായിട്ടിരുന്നപ്പം. അതുപോലെ വേറെ ഒരു സാറും ഉണ്ട് DC ഓഫീസിൽ, ഒരാളുടെ ഡെത്ത് ഹാർനസ്, അനിൽകുമാർ, നോട്ട് അനിൽ ജെ അനിൽകുമാർ, ഇങ്ങനെ ഫാദറിന്റെ മരണമായി. ഈ ഖൈറുനിസാർ ജാഫർ ആദ്യം ചിറ്റൂരായിരുന്നു. പിന്നെ അതോ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഖൈറുനിസ പിന്നെ ജാഫറിൻ്റെ വൈഫായിട്ട് ഒരു ഗൗരി ടീച്ചർ ഉണ്ടായിരുന്നു, ഇവരുടെ കോണ്ടംപററി ആയിട്ട് ആദ്യകാലത്ത്. അല്ല, ചിറ്റൂർ. അവർ മരിച്ചുപോയി. അവരുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ചിറ്റൂർ. വിജയൻ സാറും വൈഫുമാണെന്ന് തോന്നുന്നു അല്ലേ? ഗൗരി ടീച്ചറിന്റെ സിസ്റ്ററിന്റെ പേരെന്താ? ഗൗരിയും വിജയലക്ഷ്മിയും. അതിന്റെ ഹസ്ബൻഡ് വിജയലക്ഷ്മി അവന്റെ അനിയത്തി. എൻ്റെ ഹസ്ബൻഡും അവിടെ അല്ലായിരുന്നോ? ഒന്നും ആയില്ല, കുടുംബം എല്ലാം പരാജയം. ഓക്കെ സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. മാഡം ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ സാർ? ഫാമിലിയെ കുറിച്ച് എത്ര മക്കളാണ്? 3 കുട്ടികളുണ്ട്, 3 ബോയ്സ്. മൂത്തയാൾ ഡോക്ടർ രമേശ്, ഓസ്ട്രേലിയയിൽ ലിവർ സർജനാണ്. ആളുടെ വൈഫ് ഡോക്ടർ ശ്രീജ മെഡിസിൻ ആണ് അവിടെ ഓസ്ട്രേലിയ. അവർക്ക് 2 കുട്ടികളുണ്ട്, ശ്വേത ശിക്ക, ഒരു 15 വയസ്സുള്ള, സ്കൂളിൽ പഠിക്കണം. അടുത്ത ആൾ ഡോക്ടർ രാഹുൽ, അമൃതയിൽ ഓർത്തോഡോണ്ടിക്സിൻ്റെ പ്രൊഫസറാണ്, അമൃത ഡെൻ്റൽ കോളേജിൽ. വൈഫ് ഡോക്ടർ ശ്രുതി, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. 2 കുട്ടികൾ, അഭിരാമും സ്വാതി, 9ഉം 7ഉം വയസ്സായ. മൂന്നാമത്തെ ആൾ എൻജിനീയറിംഗിൽ ഡോക്ടറേറ്റ്, ഡോക്ടർ രാജീവ്, US-ലാണ്. ആളുടെ വൈഫ് അഞ്ജനയും US-ൽ. അവർ 2 പേരും എൻജിനീയേഴ്സ്. വൈഫ് ജോൺസണിലും. മോൻ ഒരു കുഞ്ഞുണ്ട്, 2.5 വയസ്സായ ശ്രീറാം. അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചു. ഗുരുനാഥനാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുള്ള സാറാണ്. അപ്പോൾ സാറിനും വൈഫിനും എല്ലാ ആരോഗ്യവും സന്തോഷം നേരുന്നു. ഓക്കെ, കുറച്ച് ദിവസം കൂടെ ഇരിക്കും. അല്ലല്ല, അതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ സാർ. അതൊക്കെ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം സാർ.